morning. In this video, I would like to share some of the ideas related to the classical theory of employment and output, or classical theory of output and employment. And this is also continuation of so-called sales law of market, and so-called the classical, the whole idea of employment and output is based on the doctrine of sales law of market, and is also related to the wage price flexibility. And this classical theory of employment and output was developed mainly by the classical economics like J.S. Mill, J.B. Say, and A.C.P. Coe. And they presented a model of full employment. നമ്മൾ നേരത്തെ തുടക്കത്തിലേ തന്നെ പറഞ്ഞു, ക്ലാസിക്കൽ എക്കണോമിക്സുകളുടെ മെയിനായിട്ടുള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ എക്കോണമിയിൽ എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻ്റ് ഉണ്ടായിരിക്കും. അവിടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ക്ലാസിക്കൽസിൻ്റെ പറയുന്നത്. അപ്പോൾ എങ്ങനെ ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യുന്നു, അപ്പോൾ ആ ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യുമ്പോൾ എങ്ങനെ ഔട്ട്പുട്ട് ഏത് ലെവലിലായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു തിയറിക്കകത്ത് നമ്മൾ മെയിനായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പം ഈ എംപ്ലോയ്മെൻറ്റ് ക്ലാസിക്കൽസ് പറഞ്ഞതാണ് the level of employment, or that mainly determined by the market forces, the demand and supply, demand for workers and supply of workers. In other words, if there is unemployment in an economy, the automatic forces of demand and supply will eliminate the problem of unemployment. ഇപ്പോൾ ഇക്കോണമിയിൽ നമ്മൾ ഈ പറയുന്ന മൈക്രോ എക്കണോമിക്സിൽ ഈ പറയുന്ന ഡിമാൻഡ് സപ്ലൈ കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു മാർക്കറ്റ് ഡിസ്ഇക്വിലിബ്രിയം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫങ്ഷൻ ചെയ്ത് ഡിമാൻഡ് സപ്ലൈ ഇൻട്രാക്ട് ചെയ്ത് അവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അതേ കേസ് തന്നെയാണ് ഈ പറയുന്ന ലേബർ മാർക്കറ്റിലും പറയുന്നത്. അത് ക്ലാസിക്കൽസ് പറഞ്ഞ ഇതൊരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ബേസ്ഡാണ് എല്ലാ ക്ലാസിക്കൽ തിയറീസും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈവൻ ഇഫ് ദെയർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്, it will be corrected by the interaction of the demand for and supply of labor, and along with another concept called wage price flexibility. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയിലൂടെ എങ്ങനെയാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം വേജ് കുറയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ പ്രൈസ് കുറയും, പ്രൈസ് കുറയുമ്പോൾ കൂടുതൽ കമ്മോഡിറ്റീസ് ഡിമാൻഡ് ചെയ്യും, കൂടുതൽ കമ്മോഡിറ്റീസ് ഡിമാൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യും. അതിലൂടെ അൺഎംപ്ലോയ്മെൻറ്റ് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഈ ഡിമാൻഡ് സപ്ലൈ ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്ന അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കുന്നത് എന്നാണ് ക്ലാസിക്കൽ എക്കണോമിക്സുകൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ സ്പെസിഫിക് അസംഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ടിൻ്റെ അസംഷൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. അസംഷൻ നമ്മളെല്ലാ തരം എക്കണോമിക്സിലെ എല്ലാ തിയറീസും കുറേ സങ്കല്പങ്ങളുടെ ബേസിലാണ് ഇതെല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പം ഹിയർ there are certain assumptions upon which the classical theory was developed. The classical theory of employment and output was developed. And the first one is there is the existence of full employment without inflation. അപ്പോൾ എങ്ങനെയാണ് ഫുൾ എംപ്ലോയ്മെൻ്റ് ഒക്കെ വരുമ്പം ഈ ഇൻഫ്ലേഷൻ എങ്ങനെ വരുന്നു, അതൊക്കെ നിങ്ങൾ പിന്നീട് സ്റ്റഡീസിനൊക്കെ പോകുമ്പോഴേക്കും നിങ്ങളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് എക്കോണമിയാണ്. അതേപോലെ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ലേസസ് ഫെയർ ഡോക്ട്രിൻ. ദാറ്റ് മീൻസ് ലേസസ് ഫെയർ ഡോക്ട്രിൻ എന്താണ്? എക്കോണമിയിൽ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. Economy should be left free and should be function based on the interaction of demand and supply factors. അതാണ് ഈ ലേസസ് ഫെയർ ഡോക്ട്രിൻ പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് എക്കോണമി മോഡൽ വിത്തൗട്ട് ഫോറിൻ ട്രേഡ്. ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുമ്പം ഈ യാതൊരു തരത്തിലുള്ള ഇൻ്റർനാഷണൽ ട്രേഡും ഇല്ലാത്ത എക്കോണമിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ക്ലാസിക്കൽസ് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ അവരുടെ തിയറിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എക്കോണമി എല്ലാം ക്ലോസ്ഡ് ആണ് എന്നുള്ളൊരു അസംഷൻ ബേസ്ഡ് ആണ്. Then next one is there is perfect competition in the labor and product market. That is another important assumption. അതോടൊപ്പം തന്നെ since there is perfect competition, all the laborers are homogeneous. അപ്പോൾ homogeneity എന്ന് പറയുമ്പോൾ that's an important feature of competitive market or perfect competition. Okay. Then next assumption is
The total expenditure in the economy is composed of consumption and investment expenditure. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കോണമിയിലെ മെയിനായിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് ഒന്നുകിൽ കൺസ്യൂം ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ രണ്ട് എക്സ്പെൻഡിച്ചറേ ഉള്ളൂ. അല്ലാതെ മറ്റ് എക്സ്പെൻഡിച്ചർ ഇപ്പോൾ നമുക്കാണെങ്കിലും നമുക്ക് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാന ഇൻകം, അതിൽ നിങ്ങളെന്താണ് കുറേ ഭാഗം നിങ്ങൾ എന്തെങ്കിലും കമ്മോഡിറ്റീസ് വാങ്ങും, കുറേ മറ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യും. പിന്നെ ബാക്കി എന്തെങ്കിലും മിച്ചമുണ്ട് എന്താണ് നിങ്ങൾ സേവ് ചെയ്ത് ഫുള്ളായിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. അല്ലാതെ അത് ഹോർഡ് ചെയ്യുക അല്ലെങ്കിൽ പൂഴ്ത്തി സ്വഭാവം ഇല്ല എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. ഒന്നെങ്കിൽ അത് കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ ബാക്കി വരുന്നത് ഇൻവെസ്റ്റ് ചെയ്യും. ദെൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഈസ് ഗിവൺ ആൻഡ് മണി ഈസ് ഓൺലി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ മണി സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ അത് ഫിക്സഡ് ആണ്. മണി സപ്ലൈ കോൺസ്റ്റൻ്റ് ആണ്. അതോടൊപ്പം തന്നെ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമാണ്. ഇറ്റ്സ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് പണം ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അസംഷൻ ഈസ് ദ വേജസ് ആൻഡ് പ്രൈസസ് ആർ പെർഫെക്റ്റ്ലി ഫ്ലെക്സിബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി അവിടെയുണ്ട്. അതിലൂടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റും. Then money wage and real wages are directly related and proportional. So this is another important assumptions of classical economics. That means മണി വേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് നമ്മൾ പിന്നീട് ഞാൻ അതിൻ്റെ പറയുന്നുണ്ട് എന്താണ് മണി വേജ് റിയൽ വേജ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. മണി വേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്കൊരു 100 രൂപ നമുക്ക് ഡെയിലി വേജ് ആയിട്ട് കിട്ടുന്നു. അപ്പം വേജ് ഇൻ ടേംസ് ഓഫ് കറൻസിയോ ക്യാഷ്, അല്ലെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ക്യാഷിൻ്റെ ഒരു ഫേസ് വാല്യൂ, അതാണ് അതിൻ്റെ ഒരു മണി വേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോമിനൽ വേജ് എന്നും നമ്മളതിനെ പറയാറുണ്ട്. ഇനി റിയൽ വേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ 100 രൂപയ്ക്ക് നമുക്ക് അതിൻ്റെ പർച്ചേസിങ് പവറാണ് അത് കാണിക്കുന്ന റിയൽ വേജ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ദേ ആർ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആൻഡ് പ്രൊപ്പോർഷണൽ എന്നുമാണ് ക്ലാസിക്കൽസ് പറയുന്നത്. പക്ഷേ ഇത് പിന്നീട് വന്നപ്പോൾ ഇത് ഒരുപാട് ക്രിറ്റിസിസംസ് നേരിട്ടതാണ്. കാരണം മണി വേജും റിയൽ വേജും രണ്ട് കൺസെപ്റ്റാണ്. അപ്പം മണി വേജ് കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ വേജ് കൂടണമെന്നില്ല. അപ്പോൾ അവിടെ ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ അവിടെ അത് റിയൽ വേജ് കൂടണമെന്നില്ല. ഓക്കെ. ദെൻ അനദർ അസംഷൻ ഈസ് സേവിങ്സ് ആർ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ് ആൻഡ് ഇക്വാളിറ്റി ബിറ്റ്വീൻ ദീസ് ടു ബ്രോട്ട് അബൌട്ട് ബൈ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം സേവ് ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് രണ്ടെണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണ്? കൺസംഷൻ, ഒന്ന് ഈ കൺസംഷനുമായിട്ട് ഉപയോഗിക്കാം, പിന്നെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാം. അപ്പം ഈ രണ്ട് പർപ്പസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൾക്കാർ സേവ് ചെയ്താൽ ആ സേവ് ചെയ്ത എമൗണ്ടും ഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം സേവിങ്സ് ആർ ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റഡ്. അത് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടുന്നതനുസരിച്ച് ആൾക്കാർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. Then next assumption is stock of capital and technical knowledge is constant in the short run. Then finally the supply creates its own demand. The famous statement given by so-called നമ്മുടെ ജെബിസ്, അദ്ദേഹത്തിൻ്റെ സീസർ ഓഫ് മാർക്കറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടും ഈ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ടിൻ്റെ അസംഷൻസ്. ഈ അസംഷൻസ് ബേസ്ഡ് ആണ് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ തിയറിയിലേക്ക് വരുമ്പോൾ മെയിനായിട്ടും ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അക്കോർഡിംഗ് ടു ദ ക്ലാസിക്കൽ എക്കണോമിക്സ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ two things. First one is the aggregate production function and the second one is the demand for and supply of labor. എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും രണ്ട് ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൊഡക്ഷൻ ഫങ്ഷൻ, രണ്ടാമത്തെ ഡിമാൻഡും സപ്ലൈ. എങ്ങനെയാണ് നമുക്കത് നോക്കാം. ഓക്കെ. ആക്ച്വലി ദ ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഡിറൈവ്ഡ് ഫ്രം പ്രൊഡക്ഷൻ ഫങ്ഷൻ. അതെങ്ങനെയായിരിക്കും ഡിമാൻഡ് ഫോർ ലേബർ പ്രൊഡക്ഷൻ ഫങ്ഷനിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുക എന്ന് പറയുന്നത്? കാരണം നമ്മൾ വർക്കേഴ്സ് കൂടുതൽ ലേബറേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്.
അല്ലെങ്കിൽ ആ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കൂടിയിരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വർക്കേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്നത്. നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു വർക്കർ അല്ലെങ്കിൽ ഒരു തൊഴിലാളി ഒരാളെ എംപ്ലോയ് അല്ലെങ്കിൽ നമ്മളൊരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോഴാണ് മാർജിനൽ കോസ്റ്റും അല്ലെങ്കിൽ മാർജിനൽ റവന്യൂവും തുല്യമാകുന്ന പോയിൻ്റ് വരെയാണ് ഒരു പ്രൊഡ്യൂസർ നോർമലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ലേബറെ അഡീഷണലായിട്ട് എംപ്ലോയ് ചെയ്യണമെങ്കിൽ ആ ലേബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയാണോ അഡീഷണലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു വേജ് മാത്രമേ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടിയ എമൗണ്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മളൊരു ഫാക്ടറി നിങ്ങളൊരു ഫാക്ടറി നടത്തുന്നു. അപ്പോൾ അതിൽ ഒരു 10 വർക്കേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് 100 യൂണിറ്റ്സ് നിങ്ങൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങൾ 11ാമത് ഒരു വർക്കറെ കൂടി നിങ്ങൾ എംപ്ലോയ് ചെയ്യുന്നു. ആ ഒരു വർക്കറുടെ എംപ്ലോയ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ടൊരു 3 യൂണിറ്റ്സ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ 11 വർക്കേഴ്സ് കൂടി 103 യൂണിറ്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ലാസ്റ്റ് വർക്കറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 3 യൂണിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വില ഒരു 20 റുപ്പീസ് ആണെങ്കിൽ 3 യൂണിറ്റിൻ്റെ എത്രയാണ്? 60 റുപ്പീസ്. അപ്പം അയാൾക്ക് കൊടുക്കേണ്ട വേജ് എന്ന് പറയുന്നത് എത്രയാണ്? 60 റുപ്പീസിന് മുകളിൽ പോകാൻ പാടില്ല. കാരണം അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസറെ സംബന്ധിച്ചത് നഷ്ടമാണ്. അപ്പോൾ അതാണ് ദി ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നാണ് ഒരു എത്രമാത്രം വർക്കേഴ്സിനെ ഡിമാൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ദാറ്റ് ഡിറ്റർമിൻസ് ദി ഡിമാൻഡ് ഫോർ ലേബർ. അപ്പം ഒരു മാർജിനൽ ഫിസിക്കൽ ഒരു തൊഴിലാളി മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ ഒരു തൊഴിലാളിയെ വെച്ച് അഡീഷണലായിട്ട് അയാൾ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ലാസ്റ്റ് വർക്കറെ എംപ്ലോയ് ചെയ്തപ്പോൾ അഡീഷണലായിട്ട് അയാൾ എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ആ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറാണ് ഒരു തൊഴിലാളിയുടെ ഡിമാൻഡ് അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ ഡിമാൻഡ് തീരുമാനിക്കുന്നത്. And therefore we can say the demand curve for labor is a marginal physical product curve of a labor. അപ്പോൾ ആ ഒരു തൊഴിലാളിയുടെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ് അതിൻ്റെ അകത്ത് ഒരു ഡിമാൻഡ് ഫോർ ലേബർ കാണിക്കുന്നത്. ഓക്കെ, ഇനി ദിസ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് സബ്ജക്റ്റ് ടു ഡിമിനിഷിംഗ് റിട്ടേൺ. നിങ്ങൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഇൻക്രീസിങ് റിട്ടേൺ ഉണ്ട്, കോൺസ്റ്റൻറ്റ് റിട്ടേൺ ഉണ്ട്, ഡിമിനിഷിംഗ് റിട്ടേൺ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസും ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസിലൊക്കെ എന്താ പറയുന്നത്? കൂടുതൽ വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ അയാളുടെ അഡീഷണലായിട്ട് കിട്ടുന്ന പ്രൊഡക്ഷൻ എന്താണ്? കുറഞ്ഞു വരും. അപ്പോൾ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് കണ്ടിന്യൂസ്ലി ഡിമിനിഷിംഗ്. ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഡിമിനിഷിംഗ് റിട്ടേൺ ആൻഡ് therefore the marginal physical product of labor curve is also continuously downward sloping. അത് downward sloping ആയിരിക്കും. And since the marginal physical product of labor determines the demand, and since the marginal physical product of labor curve is a demand curve for labor, we can say that the demand curve for labor is downward sloping. And along the demand curve, the real wage equals the marginal physical product of labor. മനസ്സിലായെന്ന് ഒന്നുകൂടി പറയാം. നമ്മൾ കൂടുതലായിട്ട് ഡിമാൻഡ് ഒരു വർക്കറെ ഡിമാൻഡ് ചെയ്യുന്നപ്പോഴാണ്, അഡീഷണലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നപ്പോഴാണ്, എത്ര വരെ ഒരു വർക്കറെ ഡിമാൻഡ് ചെയ്യും? അയാളുടെ കോൺട്രിബ്യൂഷനും വേജ് റേറ്റും തുല്യമാകുന്ന പോയിന്റ് വരെ ഒരു അഡീഷണലായിട്ട് വർക്കേഴ്സിനെ നമ്മൾ ഡിമാൻഡ് ചെയ്യും. പിന്നീട് വീണ്ടും വർക്കേഴ്സിന് ഡിമാൻഡ് ചെയ്യണേ എന്ത് വേണം? വേജ് റേറ്റ് കുറയ്ക്കണം, അല്ലേ? വേജ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വർക്കേഴ്സിനെ നമുക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം വർക്കേഴ്സിൻ്റെ ഡിമാൻഡ് എന്തിനെയാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ദാറ്റ് ഡിറ്റർമിൻസ് ദ ഡിമാൻഡ് ഫോർ ലേബർ. And therefore we can say it's a marginal physical product of labor curve is a demand curve for labor, and it is subjective. Since it is subject to diminishing return, the demand curve is continuously downward sloping.
അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയി. Along this demand curve, the wage rate is equal to the marginal physical value of the marginal physical product of labor, that is W by P is equal to MBPL, or അല്ലെങ്കിൽ അതിന് വേജ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടോട്ടൽ വാല്യൂ ഓഫ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലെവൽ, ദാറ്റ് ഈസ് MBPL ഇൻറ്റു പ്രൈസ്. സോ ദിസ് ഈസ് എ ഡിമാൻഡ് ഫോർ ലേബർ. നൗ ലെറ്റ് സി, അപ്പോൾ ഡിമാൻഡ് ഫോർ ലേബർ എന്തിൽ നിന്നാണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നാണ്. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇറ്റ് ഈസ് സബ്ജക്ട് ടു ഡിമിനിഷൻ റിട്ടേൺ ആൻഡ് ദെയർഫോർ ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇനി അടുത്തത് സപ്ലൈ ഓഫ് ലേബർ ആണ്. സപ്ലൈ ഓഫ് ലേബർ ഇൻ ദി എക്കോണമി ഈസ് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ റിയൽ വേജ്. നമുക്കറിയാം, നമ്മളാണേലും ഇപ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എപ്പോഴാണ്? നമുക്ക് കിട്ടുന്ന വേതനം കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വേജ് കൂടിയിരിക്കുമ്പോൾ എന്തായിരിക്കും? കൂടുതൽ വർക്കേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യാൻ തയ്യാറാകും, അല്ലെങ്കിൽ ലേബർ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പം there is a positive relationship between the real wage and the supply of labor. അപ്പം higher the real wage rate, higher will be the supply of labor. And so ആ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. അത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ്? ഈ സപ്ലൈ ഓഫ് ലേബറും ഇൻക്രീസ് ചെയ്യുക, ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ഇനി നമുക്ക് ഈ ഫൈനലി an equilibrium level of employment is reached at the point where the aggregate demand for labor is equal to the supply of labor, and at that point the full employment level of equilibrium is attained, and equilibrium level of not only the full employment level of equilibrium, full employment level of output is also attained, and this can be used. ഇത് ഞാൻ ഈ പറയുന്ന ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പോർഷനാണ് ഈ ഡയഗ്രത്തിനുള്ള, ഒരു അപ്പർ പോർഷനും ലോവർ പോർഷനും. And the upper portion shows the production function, and the lower portion shows the demand for and supply of labor, and it is the demand curve of the labor, and demand for labor, and SSL is the supply of labor. നമുക്ക് രണ്ട് ഡയഗ്രാം പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഐ എന്ന് പറയുന്ന പോയിന്റിൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് W/P1 ആണ്. And this is the full employment level of equilibrium, and full employment level, the wage rate at full employment level is W/P1. ഇനി ഈ വേജ് റേറ്റ് W/P1 നിന്നും W/P2 ലെവലിലാണെന്ന് അസ്യൂം ചെയ്യുക. When the wage rate is higher than the equilibrium wage rate, വേജ് റേറ്റ് കൂടിയിരിക്കുമ്പോൾ എന്തായിരിക്കും കൂടുക? സപ്ലൈ ആയിരിക്കുമോ ഡിമാൻഡ് ആയിരിക്കുമോ കൂടുക? The supply of labor exceeds the demand for labor. അപ്പോൾ ഡിമാൻഡ് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാർക്ക് ജോലി ചെയ്യാൻ തയ്യാറായിട്ട് അവരുടെ ലേബർ അവേഴ്സ് സപ്ലൈ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവിടെ തൊഴിലുടമയ്ക്ക് അവരെ വേണ്ട, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അവരെ എംപ്ലോയ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ആ ഒരു വേജ് റേറ്റിന് അയാൾക്ക് അവരെ എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ അതിലും കുറവാണ്. അതുകൊണ്ട് ആ വേജ് റേറ്റിൽ അവരെ എംപ്ലോയ് ചെയ്യുന്നില്ല. അപ്പോൾ ദെയർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. ദ പ്രൈസ് ഓർ ദ വേജ് റേറ്റ് എബവ് ദ ഇക്വിലിബ്രിയം വേജ് റേറ്റ്, ദെയർ വിൽ ബി അൺഎംപ്ലോയ്മെൻറ്റ്. ആൻഡ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും, അങ്ങനെ വേജ് അൺഎംപ്ലോയ്മെൻറ്റ് വരുമ്പോഴത്തേക്കും പിന്നെ എന്താണ്? ഈ തൊഴിലില്ലാത്ത ആൾക്കാർ പിന്നെ വേജ് കുറഞ്ഞാലും വർക്ക് ചെയ്യാൻ തയ്യാറാവും. ഗ്രാജ്വലി ദ വേജ് റേറ്റ് വിൽ fall, and it will continue until the point E reaches where the full employment level is again attained. Now, if wage falls below the equilibrium wage rate, that is, if it falls from W/P1 to W/P3, അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് പോയാൽ എന്തായിരിക്കും സംഭവിക്കാം? അവിടെ എക്സസ് ഡിമാൻഡ് ഫോർ ലേബറാണ്. അവിടെ വർക്കേഴ്സ് കുറവാണ്, കാരണം വേജ് കുറവാണ്, വർക്കേഴ്സ് കുറവാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഡിമാൻഡ് കൂടുതലാണ്, കാരണം പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് ഹൈ പ്രോഫിറ്റാണ്. അവിടെ കുറഞ്ഞ വേതനത്തിൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചില്ല ഹൈ പ്രോഫിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഡിമാൻഡുണ്ട് ലേബറേഴ്സിന്, പക്ഷേ സപ്ലൈ കുറവാണ്. ആസ് എ റിസൾട്ട് വേജ് റേറ്റ് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ്. ഫൈനലി ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ ഓഫ് ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈവൻ ഇഫ് ദെയർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ,
all the problems will be solved by the market forces of demand and supply. അപ്പോൾ അതിലൂടെ അവർ ആ ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി. വേജ് റിയൽ വേജിലുണ്ടാകുന്ന ആ ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ അറ്റൻഡ് ചെയ്യാൻ സഹായിക്കുന്നത്. And at this full employment level, the total quantity of output produced is OQ, and the full employment level, total number of workers employed is ON, and that's a full employment level of equilibrium, or full it's a ON level ആണ് എത്തുമ്പോഴത്തേക്കും full employment attain ചെയ്യും. So this is a classical theory of employment and output, and therefore we can say it is a demand for and supply of labor determines the equilibrium level of output and employment. Okay, now let's see some of the common features of so-called classical theory. ക്ലാസിക്കൽ തിയറിയുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ആൻ എക്കോണമി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അസംഷൻസിൽ പറഞ്ഞു. ഓക്കെ, ദർ ഇസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, അതും ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ മെയിൻ ഫീച്ചറാണ്. ദെൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ ലേബർ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റിയൽ വേജ്. വേജ് കൂടുമ്പോൾ സപ്ലൈ ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്യും, ഡിമാൻഡ് ഫോർ ലേബർ കുറയും. വേജ് കുറയുമ്പം സപ്ലൈ ഓഫ് ലേബർ കുറയും, ഡിമാൻഡ് ഫോർ ലേബർ കൂടും. ദെൻ നെക്സ്റ്റ് ഫീച്ചർ ഈസ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി, അതും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലാസിക്കൽസ് മെയിനായിട്ട് എന്താണ്, അവരൊരു ഫുൾ എംപ്ലോയ്മെൻറ്റ് മോഡലാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ് ദി എക്കോണമി വിൽ ബി അറ്റ് എ ഫുൾ എംപ്ലോയ്മെൻറ്റ്. ദ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എക്കോണമി ഈസ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നീട് അടുത്തതായിട്ട് പറയാം. Then it is also based on the laissez-faire doctrine. That means government should not intervene in any kind of economic activities. അപ്പോൾ ആ ഒരു ഡോക്ട്രിൻ ബേസ്ഡ് ആണ് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ടും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Now voluntary unemployment. Voluntary unemployment എന്ന് പറയുമ്പോൾ it's a situation where workers are unemployed because they are not willing to work at the prevailing wage rate. നിലവിലുള്ള വേജിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യാൻ തയ്യാറ്, തൊഴിലുണ്ട് പക്ഷെ ആൾക്കാർ റെഡിയല്ല. അതിനെ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കാൻ പറ്റിയല്ല. ദാറ്റ് ഈസ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അവർ വോളണ്ടറിലി അവർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. സോ സച്ച് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് കോൾഡ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് ജോബ്. ജോബ്സ് ആർ അവൈലബിൾ ബട്ട് പീപ്പിൾ ആർ നോട്ട് റെഡി ടു വർക്ക് that particular wage rate. So that is voluntary unemployment. ക്ലാസിക്കൽസ് പറഞ്ഞ ഈ വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ദേ കൺസിഡേർഡ് ഇറ്റ് ആസ് എ ഫുൾ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ. ആൻഡ് ദിസ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ഫിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ദ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് റിസൾട്ടിങ് ഫ്രം സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദി ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയലായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഒക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പററി ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് ബിറ്റ്വീൻ ജോബ്സ്. ഈ ജോബ് സെർച്ചിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റാണ്. സോ ദിസ് ഈസ് എബൌട്ട് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടോപ്പിക്കുകളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റും the determination of clear labor of employment and output. Okay, thank you.